സോ ഇനി നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിനെ കുറിച്ചാണ് പഠിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ഡിവൈസസിനെയാണ് ഈ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? അപ്പൊ അതിനകത്ത് പേരിനകത്ത് തന്നെ ഉണ്ട്. കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കണം, ഒരു ഡിവൈസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റെസിസ്റ്റൻസ് എങ്ങനെ ആയിരിക്കും? കുറവായിരിക്കണം. അപ്പൊ ഇവിടെ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ റെസിസ്റ്റൻസ് വളരെ കുറവായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് സീറോ റെസിസ്റ്റിവിറ്റി എന്ന് പറയും. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ്. അപ്പൊ അങ്ങനെ വെറുതെ അങ്ങ് എന്താ മെറ്റീരിയൽസ് ഹാവിംഗ് സീറോ റെസിസ്റ്റിവിറ്റി എന്ന് നമുക്ക് പറഞ്ഞാൽ അതിന് സൂപ്പർ കണ്ടക്ടർ എന്ന് പറയാൻ പറ്റില്ല. സോ ഒരു ടെമ്പറേച്ചർ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത്. അതായത് ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ, ഒരു ട്രാൻസിഷൻ ടെമ്പറേച്ചറിന് ബിലോ ആയിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനിൽ റെസിസ്റ്റിവിറ്റി സീറോ ആവുന്ന കണ്ടീഷനാണ് സൂപ്പർ കണ്ടക്ടേഴ്സിന് ഉള്ളത്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ മെറ്റീരിയൽസ് ഹാവിംഗ് ഓൾമോസ്റ്റ് സീറോ റെസിസ്റ്റിവിറ്റി ആൻഡ് ബിഹേവ് ആസ് എ ഡയാമാഗ്നറ്റിക്. ഇപ്പൊ ഡയാമാഗ്നറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു സംഭവം പഠിക്കുന്നുണ്ട്, മേസ്നർ എഫക്ട് എന്ന് പറഞ്ഞ സംഭവം പഠിക്കുന്നുണ്ട്. അപ്പൊ അത് ഡയാമാഗ്നറ്റിക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പൊ ആ സൂപ്പർ കണ്ടക്ടറിനെ ഡയാമാഗ്നറ്റിക് എന്ന് വിളിക്കുന്നത് എന്താണെന്നുള്ളത് അന്നേരം പറയാം. അപ്പൊ മേസ്നർ എഫക്ട് നമ്മളത് പഠിക്കുന്നുണ്ട്, അതിനകത്ത് ആ ഒരു കണ്ടീഷൻ പറയും. മേസ്നർ എഫക്റ്റിനകത്ത് എന്തുകൊണ്ടാണ് സൂപ്പർ കണ്ടക്ടേഴ്സിനെ നമ്മൾ ഡയാമാഗ്നറ്റിക് എന്ന് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തു, അതിന്റെ കാര്യം അതിന്റെ കൂട്ടത്തിൽ ഞാൻ പറയാം. സോ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഡെഫിനിഷൻ ആണിത്. They have zero resistivity and it behaves as a diamagnetic below the transition temperature, അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. സോ അപ്പൊ നമുക്ക് അറിയാം അവിടുത്തെ കറണ്ട് ഫ്ലോ സീറോ റെസിസ്റ്റിവിറ്റിയിലുള്ള കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് വളരെ ഹൈ ആയിരിക്കും. ഇനി ഇത് ഇൻവെന്റ് ചെയ്ത ആളുടെ പേര് ജസ്റ്റ് ഒന്ന് കൊടുത്തേക്കുന്നുള്ളത് ചോദിക്കില്ല. വൺസ് എന്ന് പറഞ്ഞ ആളാണ് ഇത് ഇൻവെന്റ് ചെയ്തത്, സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പിള്. അപ്പോ പുള്ളി അതിന്റെ എക്സ്പെരിമെന്റ് നടത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെർക്കുറി വയർ എടുത്തിട്ട് ആണ് ഈ ഒരു സൂപ്പർ കണ്ടക്ടേഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുപോകുന്നത്. അതായത് വൺസ് എന്നാണ് പേര്. വൺസ് പാസ്ഡ് എ കറന്റ് ത്രൂ എ വെരി പ്യുവർ മെർക്കുറി വയർ and measured its resistance as it steadily lowered the temperature. So, I did an observation and there was no resistance at 4.2 K. So 4.2 K, 4.2 Kelvin resistance എന്ന് പറയുന്നത് സീറോ ആണ്. അതാണ് പുള്ളിക്ക് കിട്ടിയ ഒബ്സർവേഷൻ. അപ്പൊ നമുക്ക് ഇവിടെ കാണാം, ഇവിടെ ടെമ്പറേച്ചറും റെസിസ്റ്റൻസും തമ്മിലുള്ള ആ ഒരു ഗ്രാഫ്, ആ ഒരു ഒബ്സർവേഷൻ കാണിച്ചേക്കാണ്. 4.2 കെൽവിനില് താഴോട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് ഒബ്സർവ് ചെയ്തു. അപ്പൊ അങ്ങനെ വരുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അത് ഇപ്പൊ ഈ മെർക്കുറി എന്ന് പറയുന്നത് ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട്, അപ്പൊ അതിന്റെ ആ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഒക്കെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഒരു മെർക്കുറിയെ നമുക്ക് അതിന്റെ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് വിളിക്കുകയാണെങ്കിൽ അതിന്റെ ടെമ്പറേച്ചർ എത്രയാണ്, ഏത് ടെമ്പറേച്ചറിന് ബിലോയിലാണ് അതിനെ സൂപ്പർ കണ്ടക്ടർ ആയിട്ട് വിളിക്കുന്നത്. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിന് ബിലോയിൽ അതിന്റെ റെസിസ്റ്റൻസ് സീറോ ആയിട്ട് വരുന്ന കണ്ടക്ടേഴ്സിനെയാണ് നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം അവരുടെ ഒരു ഒബ്സർവേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. സോ അറ്റ് 4.2 K ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്, റെസിസ്റ്റൻസ് എന്താണെന്ന് നമുക്കറിയാം, ദ ഓപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ്, അതിനാണ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ആ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്തു. സോ അങ്ങനെയുള്ള ആ ഒരു കണ്ടക്ഷനെ നമുക്ക് സൂപ്പർ കണ്ടക്ടിവിറ്റി എന്ന് പറയാം. അപ്പൊ ഇതാണ് വൺസ് എന്ന് പറയുന്ന ആള് കണ്ടുപിടിച്ച തിയറി. അപ്പൊ അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ കൊടുത്തേക്കുന്നത്. റെസിസ്റ്റൻസ് ഇവിടെ ഒക്കെ നോക്കുവാണെങ്കിൽ ഹൈ ആണ്. ആ മെർക്കുറി വയർ വെച്ചിട്ടുള്ള റെസിസ്റ്റൻസ് മെഷർ ചെയ്തപ്പം പ്ലോട്ട് ചെയ്തപ്പം ഈ ഒരു ഏരിയയിലൊക്കെ അത് ഹൈ ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ ആ 4.2 K ഇപ്പുറത്തോട്ട് ആ മെറ്റീരിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് സീറോ ആയിട്ട് വന്നു. സോ അതിനൊരു സൂപ്പർ കണ്ടക്ടിവിറ്റി നേഴ്സ് വന്നു. ഇതാണ് വൺസ് ഒബ്സർവ് ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫ്. ഇനി സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് നമ്മളിപ്പം പറഞ്ഞു, അത് വെർച്വലി സീറോ ആയിരിക്കും, അല്ലെങ്കിൽ വളരെ കുറവായിരിക്കും. നോർമലി അതിന്റെ വാല്യൂ പറയുന്നത് ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസിന്റെ 10⁻⁷ ഓം മീറ്റർ, വളരെ ചെറിയൊരു വാല്യൂ ആണ്. Then effect of impurities.
10⁻⁷ ആണ് കേട്ടോ. -7 ആണ്. വാല്യൂ നിങ്ങൾ പഠിച്ചില്ലെങ്കിലും ഇത് കുഴപ്പമില്ല. വളരെ ചെറിയൊരു വാല്യൂ ആണ്. നമുക്ക് ഈവൻ 0 എന്ന് കാരണം നമുക്ക് ചോദ്യം വരുമ്പോൾ എന്തായാലും 0 അല്ലെങ്കിൽ വെരി ലോ റെസിസ്റ്റൻസ് എന്നുള്ളൊരു വാല്യൂ ആയിരിക്കും. എഫക്ട് ഓഫ് ഇമ്പ്യൂരിറ്റീസ് അതൊരു പ്രോപ്പർട്ടിയാണ്. അതായത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ഒരു സൂപ്പർ കണ്ടക്ടിങ് എലിമെന്റിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നഷ്ടപ്പെടത്തില്ല, പക്ഷെ നമുക്ക് ടെമ്പറേച്ചർ ലോ ആവുന്നതായിട്ട് കാണാം. അപ്പൊ ഇതാണ് ചില പ്രോപ്പർട്ടീസ് ആണ്, സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ്. ഒന്ന് നമ്മൾ പറഞ്ഞു റെസിസ്റ്റൻസ് വളരെ കുറവാണ്. രണ്ടാമത്തെന്ന് പറയുന്നത് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സൂപ്പർ കണ്ടക്ടിങ് എലമെന്റിലേക്ക് നമ്മൾ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ മാറുന്നില്ല, പക്ഷെ അതിന്റെ ടെമ്പറേച്ചർ കുറയുന്നതായിട്ട് കാണാം. അതാണ് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ എഫക്റ്റ്. ദെൻ അതുപോലെ തന്നെ പ്രഷറും സ്ട്രെസ്സും ഇതിന്റെയൊക്കെ എഫക്റ്റ് കൂടെ ഇവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതായത് certain മെറ്റീരിയൽ എക്സിബിറ്റ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഓൺ ഇൻക്രീസിംഗ് ദ പ്രഷർ. പ്രഷർ കൂടുന്നതനുസരിച്ച് സൂപ്പർ കണ്ടക്ടിവിറ്റി, നേരത്തെ നമ്മൾ പറഞ്ഞു ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി മാറുന്നില്ല, ടെമ്പറേച്ചർ ആണ് ലോവർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുറയുന്നത്. ഇവിടെ പ്രഷർ അനുസരിച്ച് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി മാറുന്നുണ്ട്. എക്സിബിറ്റ്സ് സൂപ്പർ കണ്ടക്ടിവിറ്റി ഓൺ ഇൻക്രീസിംഗ് ദ പ്രഷർ ഇൻ സൂപ്പർ കണ്ടക്ടിവിറ്റീസ്. അതുപോലെ തന്നെ സ്ട്രെസ് ഇൻക്രീസിംഗ് ദ സ്ട്രെസ് റിസൾട്ട് ഇൻ ഇൻക്രീസ് ഓഫ് ടെമ്പറേച്ചർ. അവിടെയും സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ മാറുന്നില്ല. സ്ട്രെസ്സിന്റെയും പ്രഷറിന്റെയും എഫക്റ്റും കൂട്ടത്തിൽ മനസ്സിലാക്കി വെക്കുക. ദെൻ ഐസോടോപ്പ് എഫക്റ്റ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഐസോടോപ്പ് എഫക്റ്റ്, അപ്പോ ഈ റിലേഷൻ കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കണം. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് എന്താണെന്നുള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ആ ടെമ്പറേച്ചറിന് താഴെ പോയി കഴിഞ്ഞാൽ അതൊരു സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിലേക്ക് പോകും. ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ കിട്ടണമെങ്കിൽ ആ ഒരു ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിന് ബിലോ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണം. സോ ദ ക്രിട്ടിക്കൽ ഓർ ട്രാൻസിഷൻ ടെമ്പറേച്ചർ TC വാല്യൂ ഓഫ് സൂപ്പർ കണ്ടക്ടർ is found to vary with the isotopic mass. സോ ദ ട്രാൻസിഷൻ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഈ ഒരു സൂപ്പർ കണ്ടക്ടറിന്റെ ഐസോടോപിക് മാസ് തമ്മിലുള്ള റിലേഷൻ ആണിത്. അത് വെറുതെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ല, 1/√m എന്നാണ് അതിന്റെ റിലേഷൻ. ടെമ്പറേച്ചറും ക്രിട്ടിക്കൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ഐസോടോപിക് മാസും തമ്മിലുള്ള റിലേഷൻ 1/√m ആണ്, അല്ലെങ്കിൽ 1/m⁻², അല്ലെങ്കിൽ m⁻⁻², ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഡിഫൈൻ ചെയ്യാം. TC പ്രൊപ്പോർഷണൽ ടു m⁻√m എന്ന് പറയുന്നത് m⁻1/2 ആണ്. അപ്പൊ ഈ ഇതിനെ മുകളിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ m⁻⁻1/2 ഇങ്ങനെയൊക്കെ റിലേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണാം. അപ്പം ഐസോടോപിക് എഫക്റ്റ് ആ റിലേഷൻ നോക്കണം. ദെൻ മാഗ്നറ്റിക് ഫീൽഡ് എഫക്റ്റ്, അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ആ ഒരു മെയ്സൺ എഫക്റ്റ് ആയിട്ട് നമ്മൾ ഇനി അത് ഡിഫൈൻ ചെയ്യുന്നുണ്ട്, സെപ്പറേറ്റ് പഠിക്കുന്നുണ്ട്. If strong magnetic field applied to a superconductor below its critical temperature, the superconductors undergo a transition from superconducting state to normal state. അപ്പോൾ നമുക്കറിയാം T<TC ആണെങ്കിൽ അത് സൂപ്പർ കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുവാണ്. If a magnetic field is applied to superconductors below its T, the superconductors undergo a transition from കണ്ടക്ടിങ് സ്റ്റേറ്റ് ടു നോർമൽ സ്റ്റേറ്റ്. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്ന് നോർമൽ സ്റ്റേറ്റിലേക്ക് പോവാം. അപ്പൊ ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കണം, കാരണം ഇതിനകത്തുനിന്ന് ഒബ്ജക്റ്റീവായിട്ട് ചോദിക്കാൻ പോകുന്നത് ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. അപ്പൊ അതിന്റെ നേച്ചർ മാറുവാണ്. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ നിന്നും അത് നോർമൽ സ്റ്റേറ്റിലേക്ക് പോകും. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ഒരു സൂപ്പർ കണ്ടക്ടേഴ്സിലോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ മാറുവാണ്, അത് നോർമൽ കണ്ടക്ടർ ആയിട്ട് മാറുവാണ്. അതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എഫക്റ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞ 5 പോയിന്റ്സ് പറഞ്ഞു. ഒന്ന്, ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് കുറവാണ്. ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യുമ്പോൾ സൂപ്പർ കണ്ടക്ടിവിറ്റി നേച്ചർ മാറുന്നില്ല, പക്ഷെ ടെമ്പറേച്ചർ കുറയുന്നുണ്ട്. പ്രഷർ, സ്ട്രെസ് ഇത് അനുസരിച്ചും വേരിയേഷൻ ഉണ്ട്. അതായത് പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മുടെ സൂപ്പർ കണ്ടക്ടിവിറ്റി മാറുന്നുണ്ട്. അതുപോലെ തന്നെ സ്ട്രെസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. അതുപോലെ തന്നെ ഐസോടോപിക് എഫക്ട് എന്ന് പറയുന്നത് ആ റിലേഷൻ TC is proportional to 1/√m. ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് ട്രാൻസിഷൻ ടെമ്പറേച്ചർ എന്ന് പറയും. അപ്പൊ അതെന്ന് പറയുന്നത് ഐസോടോപിക് മാസിന്റെ റൂട്ട് ഇൻവേഴ്സ് ആയിട്ടായിരിക്കും.
മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിന്റെ നേച്ചർ സൂപ്പർ കണ്ടക്ടിങ് നേച്ചറിൽ നിന്നും നോർമൽ സ്റ്റേറ്റിലേക്ക് മാറുന്നു. നെയ്സ്നർ എഫക്റ്റ് ഇത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നെയ്സ്നർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു സൂപ്പർ കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്ലേസ് ചെയ്തേക്കുമാണ്. അപ്പോൾ ഇത് ടി ഗ്രേറ്റർ ദാൻ ടി സി അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനെക്കാട്ടി കൂടുതലാണെങ്കിൽ നമുക്ക് കാണാം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു ഇതിന്റെ ഇന്റീരിയറിലൂടെ പാസ് ചെയ്തിട്ടാണ് അവിടെ മാഗ്നറ്റിക് ഫീൽഡ് കാണിച്ചിരിക്കുന്നത്. അതേസമയം ഇവിടെ വരുവാണെങ്കിൽ ടി ലെസ് ദാൻ ടി സിയിലാണെങ്കിൽ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡ് നമ്മുടെ ഇന്റീരിയർ പോർഷനിൽ നിന്ന് ഇങ്ങനെ എക്സ്പെൽ ചെയ്ത് പോകുന്നതായിട്ട് കാണാം. അതായത് സൂപ്പർ കണ്ടക്ടേഴ്സ് വിൽ എക്സ്പെൽ എന്ന് വെച്ചാൽ പുറത്തേക്ക് പോവാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് വിൽ പുഷ് അവേ ഫ്രം എക്സ്റ്റേണൽ ഫീൽഡ്. സോ അതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നതായിട്ടാണ് ഈ ഒരു കണ്ടീഷൻ. സോ ടി ഗ്രേറ്റർ ദാൻ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സ്റ്റേറ്റ് ആണ്. സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് ആണല്ലോ ടി ലെസ് ദാൻ ടി സി എന്ന് പറയുന്നത്. നമ്മൾ സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത് തന്നെ അതാണ്. അതായത് ലെസ് ദാൻ ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ലെസ് ദാൻ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിലാണ് അതിന് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റ് വരുന്നത്. അപ്പം Meissner effect is distinctive characteristics of a superconducting from a normal perfect conductor. So this effect is exhibited by superconducting materials only when the applied field is less than the critical field. അപ്പോൾ ഈ Meissner effect എന്ന് പറയുന്നതാണ് the complete expulsion അല്ലെങ്കിൽ expulsion എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോവാണ് of all magnetic field by superconducting material. അതിനെയാണ് Meissner effect എന്ന് പറയുന്നത്. അപ്പൊ ടി ലെസ് ദാൻ ടി സിയിൽ നമുക്ക് കാണാം ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മൂവിങ് അവേ അല്ലെങ്കിൽ പുഷിങ് അവേ ഫ്രം ദ കണ്ടക്ടർ. ആ ഒരു കണ്ടക്ടിങ് മെറ്റീരിയലിൽ നിന്നും പുറത്തേക്കാണ് അത് ആ ഒരു ഫീൽഡ് ലൈൻസ് ഇവിടെ വരച്ചിരിക്കുന്നത്. സോ അതിന് ആ എഫക്റ്റിനെയാണ് Meissner effect എന്ന് പറയുന്നത്. സൂപ്പർ കണ്ടക്ടേഴ്സിന്റെ ആ ഒരു നേച്ചറിനെയാണ് നമ്മൾ Meissner effect. അപ്പൊ അത് ടെമ്പറേച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് പറയുന്നത്. ടി ഗ്രേറ്റർ ദാൻ ടി ലെസ് ദാൻ ടി സിയിൽ അതായത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേറ്റിൽ അത് ഇറ്റ് വിൽ എക്സ്പെൽ അല്ലെങ്കിൽ ഇറ്റ് വിൽ മൂവ് അവേ ഫ്രം ദ ഇന്റീരിയർ സൈഡ് ഓഫ് ദ കണ്ടക്ടർ. So at a critical temperature the magnetic field lines are completely expelled from the interior. So അവിടെ V0 ആയിരിക്കും. സോ ആ ഒരു നടുക്കുള്ള പോർഷനിൽ നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് വാല്യൂ 0 ആയിരിക്കും. സോ ഇങ്ങനെയുള്ള ആ ഒരു സൂപ്പർ കണ്ടക്ടറിലുള്ള എഫക്റ്റിനെയാണ് നമ്മൾ Meissner effect എന്ന് പറയുന്നത്. സോ എക്സ്പെൽഷൻ ഓഫ് മാഗ്നറ്റിക് ഫ്ലക്സ് ഫ്രം ദ ഇന്റീരിയർ ഓഫ് ദ പീസ് ഓഫ് സൂപ്പർ കണ്ടക്ടിങ് ഡെഫിനിഷൻസ് ഒന്ന് രണ്ട് രീതിയിൽ പറഞ്ഞേക്കുവാണ്.